ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഇവിടെ പല മേഖലകളിൽ നിന്നും പല ഉൽപ്പന്നങ്ങളുമായിട്ട് എത്തിയിരിക്കുന്ന സഹോദരിമാർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ കാലഘട്ടം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ഇവിടെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തവും അവരുടെ നേതൃത്വവും വർദ്ധിച്ചു വരുന്നുണ്ട്. സഭകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പായ ഈ കാലഘട്ടത്തിൽ വനിതകളുടെ പങ്കാളിത്തം മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് വ്യവസായ മേഖലകൾ പോലെയുള്ള പല മേഖലകളിലേക്കും കൂടുതൽ വനിതകളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്നും പല അരങ്ങുകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന നിറവിൻ്റെ ഈ എക്സിബിഷൻ. നിറവിൻ്റെ സംഘാടകരായ ആജയെയും പ്രിയയെയും മിസ്സിനെയും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. Sir, we warmly invite you to the stage to share a few words. ഇന്ന് നമ്മുടെ ഈ നിറവ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാന്റെ സഹധർമ്മിണി ഷേർലി ബെന്നി, അതുപോലെ തന്നെ നമ്മുടെ റോട്ടറി ക്ലബിന്റെ ഭാരവാഹികള് സിമിയ, അതുപോലെ YWCയുടെ ഷൈനി, ആജ, പ്രിയ, പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ്, ഈ എക്സിബിഷനിൽ സ്റ്റാളുകൾ നടത്തുന്ന പ്രിയമുള്ളവര്, ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നണം. കാരണം അങ്കമാലിക്കാരെ മൊത്തത്തില് ഒന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വനിതകളുടെ ഒരു സംരംഭമാണിത്. വനിതകളുടെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് വനിതകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻഗണന കൊടുക്കുന്നു. രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും വനിതകൾ ഒരുപാട് കടന്നു വരുന്നു. അപ്പോ എനിക്ക് ഈ വനിതകളെ പറ്റി പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ്. ഇവിടെ സുന്ദരിമാരായ ഒരുപാട് വനിതകൾ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ടു വാക്ക് പറയാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ വനിതകളെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഒരു വനിതയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതേസമയം ഒരു പുരുഷനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെയാണ് പഠിപ്പിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് ഒരു വനിത എന്ത് പഠിച്ചാലും അത് അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും. പുരുഷന്മാരെല്ലാവരും അങ്ങനെ ചെയ്തോളൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ വനിതകൾ എന്ത് പഠിച്ചാലും അത് അവരുടെ മക്കളിലേക്ക് എത്തും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോ ഈ വനിതകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയ കാര്യമായിട്ട് രംഗത്തൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആദ്യം ഉണ്ടായിരുന്നില്ല. വനിതകൾ മിക്കവാറും നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെമ്പാടും വനിതകൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരു മാറ്റം ഉണ്ടായെന്ന് അറിയാമോ? 1919 നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോ ഈ 16 വയസ്സിനും 60 വയസ്സിനിടയ്ക്കുള്ള പുരുഷന്മാരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് നിയമം വന്നു. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര യുദ്ധം, ലോകത്തില് 2 ചേരിയായിട്ട് തിരിഞ്ഞ് ഘോര യുദ്ധം, എല്ലായിടത്തും പട്ടിണി, നാശനഷ്ടങ്ങള്. അപ്പൊ ഈ പുരുഷന്മാരെല്ലാം ഇങ്ങനെ യുദ്ധത്തിന് പോണു, മരിക്കണു, പരിക്കേക്കണു. അങ്ങനെ പുരുഷന്മാരാ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ വനിതകള് ഫാക്ടറികളിൽ ജോലി ചെയ്യാനൊക്കെ ഇറങ്ങി. യൂറോപ്പിലും അമേരിക്കയിലല്ല യൂറോപ്പില്. അങ്ങനെയാണ് സ്ത്രീകൾ ആദ്യമായിട്ട് ഈ കുടുംബം വിട്ട് ഒന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയത്. അത് പിന്നീട് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീ സമത്വം വളരെ പരിഭാവനമായിട്ട് എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നു. സ്ത്രീകളെല്ലാവരും ഇങ്ങനെ നല്ല സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇവിടെ സ്റ്റാളുകളുള്ളവരൊന്നും ഷോപ്പ് നടത്തുന്നവരല്ല. ഞങ്ങൾ വ്യാപാരികള് ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്. നിങ്ങളത് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള, നമുക്കിപ്പോ തുണിക്കടകള് അല്ലെങ്കിൽ ആഭരണ കടകള് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പുതുമയുള്ള സാധനങ്ങളുമായിട്ടാണ് ഈ എക്സിബിഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ സ്റ്റാളുകളും നടന്ന് കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നിറവ് ഇതിന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ചാരിറ്റി ആയിട്ട് ഇപ്പൊ നമ്മുടെ അങ്കമാലി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലേക്ക് നമ്മള് 10,000 രൂപയുടെ ബുക്സ്, കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ നല്ല ബുക്സ് ഇവര് സംഭാവന ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. സെന്റ് ജോസഫ്സിലെ ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അത് ഏറ്റുവാങ്ങാനായിട്ട്. അപ്പൊ അതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും
സ്നേഹപൂർവ്വം അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ രണ്ട് ടീച്ചർമാരാണ് നമുക്ക് വേണ്ടി നിറവിന് വേണ്ടി ഏറ്റുവാങ്ങുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി, അതുപോലെ നമ്മുടെ SBI മാഡം, SBI ചീഫ് മാനേജർ ആണ് ഞാൻ പേര് ലക്ഷ്മി മാഡം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് ഈ ബുക്കുകൾ ഞാൻ കൈമാറുന്നു. A very good morning to you all. Actually, നിറവ് അതിൽ തന്നെ അതിന്റെ ഒരു പൂർണ്ണത അല്ലെ, കംപ്ലീറ്റ്നെസ്, ആൻഡ് ഇറ്റ് ഷോസ് ദി കംപ്ലീറ്റ്നെസ് ഓഫ് ദ വുമൻഹുഡ്. ആക്ച്വലി വിമൻ എംപവർമെന്റ് എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ, എല്ലാവർക്കും കോരെ പ്രസംഗിക്കാം. പക്ഷെ അതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് ടു മിസ് പ്രിയ, ലിസ് ആൻഡ് ആജ. ആക്ച്വലി അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കുന്നത്. അവരുടെ പിള്ളേര് ഒരേ ഏജ് ആണ്. സോ ഹോപ്പ്ഫുള്ളി കുട്ടികളും ഇത് കണ്ടിട്ട് ഇനി എന്താ പറയാ വരും ജനറേഷനിലേക്കും നിറവ് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് ആക്ച്വലി ഈ വുമൻ എംപവർമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ റോട്ടറി ക്ലബ്സ്, YWCA അങ്ങനത്തെ ഒരുപാട് പേര് ഇപ്പോഴും നല്ല മുമ്പുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ അതൊരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി സർവീസ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സോ ആക്ച്വലി എക്സിബിഷൻ മീൻസ് ടു എക്സിബിറ്റ് ദി ക്രിയേറ്റിവിറ്റി ഓഫ് അസ് അല്ലെ, അതേപോലെയാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്ന് എന്താ പറയാ അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാളിട്ട് അവരുടെ സാധനങ്ങൾ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പിന്നിൽ നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഒരു ബിഗ് കയ്യടി. ആൻഡ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു നല്ല മെമ്മറി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റട്ടെ. വരും വർഷങ്ങളിൽ ഇതിലും ഒരുപാട് നിറവ് കൂടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, നിറവിന്റെ 13ാമത്തെ എഡീഷനും അങ്കമാലിയിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ എഡീഷനുമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്തിയ 40-ലധികം വനിതകളെ ഒരുമിപ്പിച്ച് അങ്കമാലി CSA ഹാളിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നൽകിയ സഹായ സഹകരണങ്ങൾ ഈ വർഷവും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇത്തവണയും ഇവിടെ എത്തിച്ചേർന്നത്. എന്റെ കർത്തവ്യം നിറവിന്റെ 13ാമത്തെ എഡിഷന് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് സാറിന് ഈ അവസരത്തിൽ നിറവിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.